സ്ത്രീ സുരക്ഷ പരിശോധിക്കാൻ അർദ്ധരാത്രിയിൽ വേഷം മാറി IPS ഉദ്യോഗസ്ഥർ. കിടക്ക പങ്കിടാൻ ക്ഷണിച്ചത് 40 പേർ, കൂട്ടത്തിൽ വിദ്യാർത്ഥികൾ. ഹൈദരാബാദിലെ മൽക്കജ്ഗിരി പോലീസ് കമ്മീഷണറായിട്ടുള്ള V. സുമതിയാണ് ഈ നായിക. യാത്രക്കാരിയുടെ വേഷത്തിലാണ് ദിൽസുഖ് നഗറിലെ ഒരു ബസ് സ്റ്റോപ്പിൽ അവരെത്തുന്നത്. സ്ത്രീ സുരക്ഷ വിലയിരുത്താൻ വേണ്ടി അർദ്ധരാത്രിയിൽ വേഷം മാറി ബസ് സ്റ്റോപ്പിലെത്തുകയാണ് IPSകാരി. വനിതാ IPS ഉദ്യോഗസ്ഥയ്ക്ക് ഉണ്ടായ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ആരെയും അമ്പരപ്പിക്കും, നടുക്കും. അർദ്ധരാത്രി ഏതാണ്ട് 12:30 ആരംഭിച്ചു. ഏതാണ്ട് പുലർച്ചെ 3:30 വരെയായിരുന്നു കമ്മീഷണറുടെ ഈ അണ്ടർ കവർ ദൗത്യം. ഒറ്റയ്ക്ക് നിൽക്കുകയാണ് സുമതി അവിടെ. ഈ 3 മണിക്കൂറിനിടെ 40 പുരുഷന്മാരാണ് മറ്റൊരു സ്ത്രീയാണ് എന്ന് തെറ്റിദ്ധരിച്ച് അവരെ സമീപിച്ചത്. ഒപ്പം വരുന്നോ എന്ന് ചോദിച്ച് ലൈംഗിക ഉദ്ദേശത്തോടു കൂടിയാണ് ഭൂരിഭാഗവും എത്തിയത്. ഇതിൽ പലരും മദ്യത്തിന്റെയും കഞ്ചാവിന്റെയും ഒക്കെ ലഹരിയിലായിരുന്നു എന്നാണ് പോലീസ് കരുതുന്നത്. വേഷം മാറി ഈ ബസ് സ്റ്റോപ്പിലെത്തി അല്പം കഴിഞ്ഞപ്പോൾ മുതൽ തന്നെ പല ഭാഗത്തു നിന്നായി തേനീച്ചക്കൂട്ടം പോലെ ഇവരെത്താൻ തുടങ്ങി. ഇതിൽ വിദ്യാർത്ഥികളും ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാലും രാത്രിയിൽ ആ IPSകാരി ധൈര്യപൂർവ്വം ഇറങ്ങി നടത്തിയ ആ പരിശോധനയുടെ ദൃശ്യങ്ങൾ കാണാം. ഇതിൽ ചിലർ സമീപത്തെത്തി തുറച്ചു നോക്കി അങ്ങ് പോയി, ഒന്നും പറഞ്ഞില്ല. എന്നാൽ മറ്റു ചിലരാണ് കിടക്ക പങ്കിടാൻ വരുമോ, റേറ്റ് എത്രയാണ് എന്നീ ചോദ്യങ്ങളൊക്കെ എത്തിയത്. മഫ്തിയിൽ പോലീസ് സംഘം ആ സമീപത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അതറിയാതെയാണ് ഈ വന്നവന്മാരുടെ ലീലാവിലാസങ്ങൾ. കമ്മീഷണറാണെന്ന് അറിയാതെ സുമതിയോട് മോശമായി പെരുമാറിയവരെ പോലീസ് ഉടനടി നടപടിയെടുക്കുകയും ചെയ്തു. ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചു വരികയാണ് എന്ന് సుమతి IPS പറയുന്നു. ఇవే భాగాలని నేను అనుకుంటున్నాను. ఫస్ట్ భద్రత అంటే ఇప్పుడు కన్వెన్షనల్ సెన్స్ లో ఏం లేదు భద్రత అనేది. సైబర్ పరంగా, ఫైనాన్షియల్ పరంగా ఇప్పుడు మీ ఆస్తి మీకు ఇంపార్టెంట్, మీ ఇల్లు మీకు ఇంపార్టెంట్, మీ మూమెంట్ మీకు ఇంపార్టెంట్, ఎవరికైనా అంతే కదండి. అదంతా భద్రతతో కూడుకున్న విషయమే. దాంట్లో ముఖ్యమైన ఘట్టాలే వన్స్ యూ గో అవుట్ ఆఫ్ ద హౌస్ యూ హ్యావ్ టు రీచ్ బ్యాక్ సేఫ్లీ. దట్ ఈస్ వన్. దానికి పోలీసు ఏమైతే ప్రయత్నం చేయాలో మీ మూమెంట్ లో దాన్ని మేము కొంత ఇంప్రూవ్ చేయడానికి ఖచ్చితంగా ప్రయత్నం చేస్తాం. ఒకటి, രാത്രിയിൽ പെട്രോളിംഗ് സ്ഥിരമാക്കേണ്ടതിന്റെ ആവശ്യകതയും രാത്രിയിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു ഈ പോലീസ് കമ്മീഷണറുടെ ഈ വേഷം മാറൽ എന്നാണ് റിപ്പോർട്ട്. രാത്രി സമയങ്ങളിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടി വരുന്ന സ്ത്രീകൾക്ക് ഈ നഗരങ്ങളിൽ ബുദ്ധിമുട്ടുകൾ ഒരുപാട് നേരിടേണ്ടി വരുന്നു എന്ന് നേരത്തെ തന്നെ ഹൈദരാബാദിൽ ആക്ഷേപമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ IPSകാരിയായിട്ടുള്ള സുമതി ആ ദൗത്യത്തിനായി തുനിഞ്ഞത്. വൈകി യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനുള്ള ആ ശ്രമം അത് വിജയകരമായിരുന്നു എന്നാണ് കമ്മീഷണർ പ്രതികരിക്കുന്നത്. എന്താണെങ്കിലും പെട്ടവർ പെട്ടു, അവരറിഞ്ഞില്ലല്ലോ അതൊരു കമ്മീഷണർ ആയിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.